നമ്മുടെ റിപ്പോർട്ടർമാരുടെ സംഘവും നമ്മോടൊപ്പം പുറകിലുണ്ട്. അലി അക്ബർ ഷാ നിശബ്ദനായി ഇങ്ങനെ നിൽക്കുകയാണ്, കുറേ നേരമായി മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നു. കൊച്ചിയിലാണല്ലോ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എത്തുന്നത്. നമ്മൾ എത്രയോ റിപ്പോർട്ടുകൾ അലി എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ മയക്കുമരുന്ന് പിടികൂടിയ സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു യുദ്ധം തുടങ്ങുമ്പോൾ എന്താണ് അലിക്ക് തോന്നുന്നത്? നമ്മൾ ഈ നിയമ സംവിധാനങ്ങളുടെ വീഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ സംസാരിച്ചതാണ്. അതിൽ വലിയൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ യുവാക്കൾ ഇത്തരത്തിലുള്ള ലഹരികളിലേക്ക് കടക്കുന്നത്, വിൽപ്പനയിലേക്ക് കടക്കുന്നതിലൊക്കെ വലിയൊരു പങ്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കുണ്ട്, നിയമത്തിനുണ്ട്. കാരണം എന്താ വെച്ചാൽ യുവാക്കൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പുതിയ കാലത്ത് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഓരോ മാസം EMI അടച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവന്മാർ നോക്കുമ്പോൾ കാണുന്നത് ഇത്തരത്തിലുള്ള ലഹരി ഇടപാടുകളിലേക്ക് പോകുന്ന ആളുകൾ ഒറ്റ ഇടപാട് കൊണ്ട് വലിയ പണം ഉണ്ടാക്കുന്നു, ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ പെട്ടെന്ന് പുറത്തിറങ്ങുന്നു, പിന്നീട് വലിയ സാമ്പത്തിക ഭദ്രതയോടുകൂടി അവർ ജീവിക്കുന്നതാണ് ഈ യുവാക്കൾ കാണുന്നത്. സ്വാഭാവികമായിട്ട് അവർ ചിന്തിക്കുകയാണ്, എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണം, ഇത്തരത്തിലുള്ള ഇടപാടിലേക്ക് പോയാൽ ഒറ്റ ഇടപാടിൽ നിന്നും വലിയ സാമ്പത്തിക നിലയിലേക്ക് എത്താൻ കഴിയുന്നുള്ളൊരു ചിന്ത അവരിൽ വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കാത്തിടത്തോളം ഇതിന് തടയിടാൻ നമുക്ക് കഴിയില്ല എന്നത് തന്നെയാണ് വസ്തുത. സിനോജ്, കോഴിക്കോട് നിന്നാണ് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. MDMA വിഴുങ്ങി ഒരു യുവാവ് മരിച്ചത് അല്ലേ? കോഴിക്കോട് ഒരുപാട് കേസുകളുണ്ട്, പ്രത്യേകിച്ച് തീര മേഖലയുമായി ബന്ധപ്പെട്ടല്ലേ? അവിടെ തിരച്ചിലൊക്കെ നടത്തുമ്പോൾ വലിയ രീതിയിൽ റെയ്ഡ് നടക്കുമ്പോൾ കണ്ടെത്താറുണ്ട് മയക്കുമരുന്ന്. അതായത് നമ്മൾ ഈ ക്യാമ്പയിൻ തുടങ്ങി, റാലി തുടങ്ങി, ഈ ദിവസം മാത്രം എത്ര വാർത്തകളാണ് വന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട്. ഒരു മരണവും കോഴിക്കോട് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതും ഈ MDMA വിഴുങ്ങിയിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിനെതിരെ വേറെ 2 കേസുകൾ കൂടി ഉണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. കോടഞ്ചേരിയും മറ്റൊരു പോലീസ് സ്റ്റേഷനിലായിട്ട് 2 കേസുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ എല്ലാ ദിവസവും ഇപ്പോൾ കോഴിക്കോട് ഡാൻസ് ഓഫ് ടീം ആണെങ്കിൽ നല്ല മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ക്യാച്ച് അവർക്ക് ഉണ്ടാകാറുണ്ട്, മിനിമം 1-2 ക്യാച്ച് അവർക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, അവർക്ക് കഴിയുന്ന വിധത്തിൽ അവർ പിടിക്കുന്നുണ്ട്. പക്ഷേ അവർ പിടിക്കുന്നതനുസരിച്ച് പല രീതിയിൽ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. അതായത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പം ആ ഉപയോഗിക്കുന്ന ആൾ കച്ചവടക്കാരായി മാറുകയാണ്. അങ്ങനത്തെ ഒരു ശീലമാണെന്നാണ് ഡാൻസ് ഓഫും പോലീസും പറയുന്നത്. ഇപ്പോൾ നമ്മൾ മുക്കത്തെ ഓമശ്ശേരിയിലൊക്കെ കണ്ട ആളുകൾ പറയുന്നത് ഇവിടെ കുറച്ച് കുറവാണെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തീരദേശ മേഖലയിലും ടൗൺ കേന്ദ്രീകരിച്ചുമാണ് ഇതൊക്കെ കൂടുതലായിട്ടുള്ളത്. അപ്പം പ്രത്യേകിച്ച് ഈ സിന്തറ്റിക് ഡ്രഗ്സ് കൂടുതലായിട്ട് വളർന്നു വരുന്നുണ്ട്. നേരത്തെ എല്ലാവരും ലഹരി എന്ന് പറയുമ്പോൾ മദ്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മദ്യം. പക്ഷേ ഇപ്പോൾ എല്ലാവരും MDMA അതുപോലുള്ള സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ കൂടുതലായിട്ട് ബംഗളൂരിൽ നിന്നാണ് കോഴിക്കോടൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പോൾ ബംഗളൂരും കഴിഞ്ഞ് അത് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നതായിട്ട് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെ പിടിച്ചത്. അതും ബസ്സിൽ കൊണ്ടുവന്ന് ആണ് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത്. അത് പെരുമ്പാറിൽ കൊണ്ടുവന്ന കഞ്ചാവായിരുന്നു. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് MDMA കൊണ്ടുവന്ന ഒരാളുണ്ട്. അയാൾ ഡൽഹിയിൽ നിന്ന് MDMA ട്രെയിനിൽ ബാത്റൂമിൽ ഒളിപ്പിച്ചു. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഗോവയിൽ ഇറങ്ങി, ഗോവയിൽ നിന്നിട്ട് അതേ ട്രെയിനിൽ കയറിയിട്ട് കോഴിക്കോട് വന്നിട്ട് ബാത്റൂമിൽ സാധനം എടുത്തിട്ട് കോഴിക്കോട് ഇറങ്ങിയ ഘട്ടത്തിലാണ് പോലീസ് പിടിക്കുന്നത്. ആ രീതിയിലൊക്കെയാണ്, പല രീതിയിലാണ് ആളുകൾ കൊണ്ടുവരുന്നത്. പോലീസ് ഒരു ഭാഗത്ത് ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്, അതും കണ്ണുവെട്ടിച്ച് ചില ആളുകൾ മുന്നോട്ട് വന്നു. അതുകൊണ്ട് സമൂഹവും കൂടുതൽ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ജാഗ്രത ഉണ്ട് എന്ന് വേണം കരുതാൻ. നമുക്ക് ഈ പരിപാടിയിൽ നിന്ന് ഇതുവരെ ബോധ്യപ്പെട്ടതും അതാണ്.